നമസ്കാരം. ഇന്നൊരു ശാസ്ത്ര വിഷയം നമുക്ക് പരിശോധിക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ISS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. നമുക്കറിയാം, ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വസ്തുതകളും പൊതുജനങ്ങൾക്ക് കൗതുകകരവും ജിജ്ഞാസാപരവുമാണ്. അപ്പോഴാണ് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നൊരു വലിയ ഒരു മനുഷ്യനിർമ്മിതി, മഹത്തരമായ ഒരു മനുഷ്യനിർമ്മിതി ഇവിടെ ശ്രദ്ധേയമാകുന്നത്. ഒരു കാറിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരു 100-150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കേണ്ടി വന്നാൽ നമുക്ക് വല്ലാതൊരു ഭയമാണ് തോന്നുന്നത്. ഒരു 200 കിലോമീറ്ററിൽ ഒരു ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോഴും നമ്മളെ ഭയം വല്ലാതെ പിന്തുടരും. എന്നാൽ ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത് 1000 കിലോമീറ്ററാണ്. ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 27,600 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 27,600 കിലോമീറ്ററാണ്. ഈ വേഗതയിൽ നമുക്ക് ഈ വേഗത എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ചന്ദ്രനെ ചുറ്റി ഇങ്ങോട്ട് വരാം. അത്ര വേഗതയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരു തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് ഈ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡൽഹിയിലെത്താൻ പറ്റും. അതായത് 7.64 കിലോമീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ വേഗത. 1.5 മണിക്കൂർ കൊണ്ടാണ് ഇത് ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ വേഗതയൊന്ന് സങ്കല്പിച്ച് നോക്കുക. എത്രമാത്രം കൺചിമ്മി തുറക്കുന്ന വേഗതയാണ് ഇതിനെന്ന്. ഈ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ 16 പ്രാവശ്യം ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 16 പ്രാവശ്യം ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന, അകത്ത് സഞ്ചരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ 16 പ്രാവശ്യം സൂര്യാസ്തമയവും സൂര്യോദയം കാണുന്നതായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ അത്ഭുതകരമായൊരു സമസ്യയാണത്. ഇത്രയും വേഗതയിൽ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അവിടെ സ്പേസിൽ അന്തരീക്ഷമില്ല എന്നുള്ളതാണ്. ഭൂമിയിൽ നിന്ന് 415 കിലോമീറ്റർ ഉയരത്തിലാണിത് സഞ്ചരിക്കുന്നത്. അത്ര വേഗതയിൽ ഇത്ര വേഗത കൈവരിക്കുമ്പോൾ ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും ഈ പുറം ഭാഗങ്ങൾക്കൊന്നും കേടുവരാതിരിക്കുന്നത് ഭൂമിയുടെ മുകളിൽ അന്തരീക്ഷമില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്നാലും ചില കുഞ്ഞു ആസ്ട്രോയിഡുകൾ ഇതിൻ്റെ ബോഡിയിൽ വന്ന് വീണ് ആ പരിക്കുകൾ പറ്റാതിരിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ പരമാവധി ഇതിൻ്റെ ഗതിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഗ്രാവിറ്റി ഉണ്ട്. 90% ഗ്രാവിറ്റി ഉണ്ട് ഇതിനകത്ത്. ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനകത്ത് 90% ഗ്രാവിറ്റി ഉണ്ട്. പക്ഷേ ഈ ഗ്രാവിറ്റി അനുഭവപ്പെടാത്തത് ഇത് വളരെ ഇത്രമേൽ ഉയരത്തിൽ നിന്ന് ഇത്ര വേഗത്തിൽ 28,000 റൗണ്ട് ചെയ്ത് പറഞ്ഞ് 28,000 കിലോമീറ്റർ വേഗതയിൽ എടുത്ത് കീഴ്പോട്ടേക്ക് വരുന്നു. ഒരു കല്ല് നമ്മൾ മുകളിലേക്ക് വിട്ടാൽ താഴത്തേക്ക് വരുമ്പോൾ അതിന് ഭാരമുണ്ടാവില്ല. ശാസ്ത്രത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണത്. ഈ ഭാരമില്ലായ്മയാണ് താഴത്തേക്ക് ഇത് വീഴുന്നത്. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് ഭൂമിയുടെ കവറിങ് ഈ പൊസിഷനിലേക്ക് 400 കിലോമീറ്റർ മുകളിൽ ഈ ഒരു പൊസിഷനിലേക്ക് തെറിച്ച് ഇങ്ങനെ വീണത് റൗണ്ട് ചെയ്യുന്നതായിട്ടാണ് ഇത് ISS പ്രവർത്തിക്കുന്നത്. ഈ വീഴ്ച കൊണ്ട് വീഴുന്നതായിട്ടാണ് വരുന്നതെങ്കിൽ ഭൂമി ഇങ്ങനെ ഇതിൻ്റെ വേഗത കൊണ്ട് ഇതിങ്ങനെ ഉരുണ്ട ഭൂമിയുടെ സൈഡ് കൂടി ഇങ്ങനെ പോയി പിന്നെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതായിട്ടാണ് ഇതിൻ്റെ ഓർബിറ്റേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്തുള്ള ശാസ്ത്രജ്ഞന്മാർ മൈക്രോഗ്രാവിറ്റിയാണ് അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നത്. മൈക്രോഗ്രാവിറ്റി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അതായത് നമുക്ക് ഭാരമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇതിനെ നമ്മൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുക ചെയ്യുക. അന്തരീക്ഷമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകി നടക്കുക ചെയ്യുക. അവിടെ അന്തരീക്ഷമില്ല. അപ്പോൾ
ഇതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-15ഓളം രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇങ്ങനെ തുടങ്ങുന്ന, ജപ്പാൻ തുടങ്ങുന്ന 10-15ഓളം രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. അതായത് സ്പേസിൽ ഒരു സ്റ്റേഷൻ സ്ഥാപിക്കുക. ഇത് ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള പര്യവേഷണത്തിനായാലും ചന്ദ്രനിലേക്കുള്ള പര്യവേഷണത്തിനായാലും ഇടയ്ക്കുള്ള ഒരു സ്റ്റേഷനായിട്ട് ഉപയോഗിക്കാൻ തക്ക പ്രാപ്തിയിൽ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശം നിർമ്മിക്കുക എന്നുള്ളൊരു ആശയം. അവിടെ സീറോ ഗ്രാവിറ്റിയിൽ നിന്നുകൊണ്ടുള്ള പരീക്ഷണങ്ങൾക്കും കാലാവസ്ഥകളെപ്പറ്റി പഠിക്കുവാനും ജ്യോതിർഗോളങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവശ്യ ഘടകമായിട്ടാണ് ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ആശയം ഉയർന്നു വരുന്നത്. ഇതിന് അനുബന്ധമായിട്ട് 1998 ആണ് ആദ്യമായിട്ട് സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടി 2 രാജ്യങ്ങൾ, അമേരിക്കയും റഷ്യയും മുന്നോട്ട് വരുന്നത്. 1998 ഇതിൻ്റെ പണി ആരംഭിക്കുന്നത്. പണി എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശത്തിലേക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയ പല മോഡ്യൂൾസും അവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുക, ഓരോ ഭാഗങ്ങളായിട്ട് കൂട്ടിച്ചേർക്കുക. അതിനായിട്ട് റഷ്യയുടെ പ്രോട്ടോണും സോയൂസ് റോക്കറ്റുമാണ് ഉപയോഗിച്ചത്. അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുമാണ് ഇതിനകത്ത് ഓരോ മോഡ്യൂളുകളും കൊണ്ടുപോയി അവിടെ ഘടിപ്പിക്കുന്ന, സ്പേസ് വാക്ക് നടത്തി ഘടിപ്പിക്കുന്ന ദൗത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ 28,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേണം അതിനകത്ത് ഉള്ള ഭാഗങ്ങൾ ഇങ്ങനെ അതിസങ്കീർണമായ രീതിയിൽ അതിസാഹസികമായിട്ട് വലിയൊരു പോരാട്ടത്തിലൂടെ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഘടിപ്പിച്ചാണ് ഇപ്രകാരം ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ഏതാണ്ട് ഒരു 13 വർഷത്തോളം വേണ്ടി വന്നു ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ. 2011 ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. 2000 മുതൽക്ക് അതിനകത്ത് ആളുകൾ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്രകാരമാണ് ഇതിൻ്റെ ചെലവ്. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് ഏതാണ്ട് 3,91,000 കിലോ ഭാരമാണ്. 3,91,000 കിലോ. ഇതിനകത്ത് ഡോക്ക് ചെയ്യുന്ന വാഹനം ഒഴിച്ചു നിർത്തിയാൽ ഇതിൻ്റെ ഭാരം ഏകദേശം അത്ര വരും. പിന്നെ ഇതിൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഒരു $15,000 കോടി. $15,000 കോടി, ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ് ഈ ബുർജ് ഖലീഫയുടെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് 15 ലക്ഷം കോടി രൂപയാണ് ഏകദേശം രൂപയുടെ മൂല്യത്തിൽ കണക്കാക്കിയ വന്നത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ ചെലവ് ഒന്ന് ആലോചിക്കുക. ഇതൊരു എന്താ പറയുക, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ, അമേരിക്കൻ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ഒരു പൊട്ടിക്ക് കൂടി ഒരു വലിപ്പമുണ്ട് ഇതിന്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. ഇതിൻ്റെ നീളം തന്നെ 108 മീറ്റർ നീളം, 73 മീറ്റർ വീതി, പിന്നെ ഒരു 6 നില കെട്ടിടത്തിൻ്റെ പൊക്കം വരും ഇതിന്. ഇതിൻ്റെ നല്ല സോളാർ പാനലുകളുണ്ട്. സോളാർ പാനലുകളിൽ ഏകദേശം ഒരു 140 കിലോവാട്ട് വൈദ്യുതിയാണ് ഈ സോളാർ പാനലിലൂടെ ഉണ്ടാക്കുന്നത്. അതിനകത്തൊരു 90 കിലോവാട്ട് വൈദ്യുതിയാണ് ഒരു ദിവസം അതിനകത്തുള്ള കൺസംഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതാണ്ട് ഒരു 3000ഓളം പരീക്ഷണങ്ങൾ നടന്നിരുന്നു. ഇതിനോടകം തന്നെ 3000ഓളം പരീക്ഷണങ്ങൾ നടന്നിരുന്നു. ഏകദേശം 83ഓളം രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 283 ശാസ്ത്രജ്ഞന്മാർ ഇതിനകത്ത് പല പരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒക്കെ ആയിട്ട് അവിടെ പോയിട്ടുണ്ട്. ഏറ്റവുമായ ഒരു രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിലുള്ളൊരു ജീവിതത്തെയൊക്കെ ഇതിവൃത്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹോളിവുഡ് സിനിമ ഒരാഴ്ച കൊണ്ട് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സംവിധായകനും നടന്മാരും ഉൾപ്പെടെ ഒരു ടീം ഇതിന് സന്ദർശിച്ച് ഇതിനകത്ത് വെച്ച സിനിമ ചിത്രീകരിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ ഒരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം, അന്താരാഷ്ട്ര
സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച് തിരിച്ചു വന്ന സുനിത വില്യംസിൻ്റെ ബുച്ച് വിൽമോറിൻ്റെയൊക്കെ കഥകളും ഒക്കെ നമ്മളൊരു വീഡിയോ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ടെലിവിഷനിലൊക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ ചെലവഴിച്ച ഒരു വനിത എന്ന നിലയിൽ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് സുനിത വില്യംസിൻ്റെ പേരാണ്. അമേരിക്കൻ സ്പേസ് ഷട്ടിലായിട്ടുള്ള കൊളംബിയ എന്നതിൻ്റെ ഓർമ്മ, കൽപ്പന ചൗളയുടെ ആകസ്മികമായിട്ടുള്ള ദുരന്തം നമ്മൾ വളരെയധികം വേദനയോടെ ഞെട്ടലോടെ നമ്മൾ കേട്ടതാണ് ഈ സ്പേസ് യാത്രയ്ക്ക്. അത് പിന്നെ സ്പേസ് ഷട്ടിലുകളുടെ ഉപയോഗം വളരെ നിർത്തലാക്കുക ചെയ്തത്. ഒരേ സമയം 7 പേർക്ക് അതിനകത്ത് താമസിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഏതാണ്ട് ഒരു 12-13 പേരോളം ഒരേ സമയം അവിടെ താമസിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1 കൊല്ലത്തോളം വരെ തുടർച്ചയായിട്ട് അവിടെ താമസിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. അപ്പോൾ ഇവരുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ഈ സീറോ ഗ്രാവിറ്റിയിൽ നടക്കുന്നതായിട്ടുള്ള പരീക്ഷണങ്ങൾ, മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് സീറോ ഗ്രാവിറ്റിയിൽ പ്രവർത്തിക്കുന്നത്, അതൊക്കെയാണ് അതിനെപ്പറ്റി. പിന്നെ ഈ ചെടികൾ ഭൂഗുരുത്വ ആകർഷണത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെടികൾ എങ്ങനെ അതിൻ്റെ മുളപ്പിക്കാം, അതുപോലെ മറ്റ് പല ഗവേഷണങ്ങൾ ഒക്കെയാണ് ഇവിടെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്. പിന്നെ ഈ മോഡ്യൂൾ നന്നാക്കുക. ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് സ്പേസ് വാക്കിലൂടെ ആയോ ഇവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്ക് വിധേയമായി സ്പേസ് വാക്കിലൂടെ അത് നന്നാക്കിയെടുക്കുക എന്നുള്ള ചുമതല, സുപ്രധാനമായ ചുമതല അവർക്കുണ്ട്. പിന്നെ ഇവരെല്ലാം ഇങ്ങനെ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും അതിന് മുഴുകിയിരിക്കും. ഇവർക്ക് ഈ മൈക്രോഗ്രാവിറ്റിയിൽ ഇവരെ ശരീരത്ത് ശക്തമായ തകരാറുകൾ സംഭവിക്കും എന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഭൂമിയിൽ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ മസിലുകളും ഈ ഫ്ലഷ് ഈ എല്ലിൽ ഒട്ടിപ്പിടിച്ചിരുന്നു കൊണ്ടുള്ള ഒരു പരിണാമപരമായിട്ടുള്ളൊരു താഴെ ചവിട്ടി നിന്നുകൊണ്ടുള്ള ബലമൊക്കെ അസ്ഥികൾ താങ്ങിക്കൊണ്ടുള്ളൊരു ശരീര നിർമ്മിതി സ്ട്രക്ചറാണ് മനുഷ്യൻ്റെ. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് സീറോ ഗ്രാവിറ്റിയിൽ മനുഷ്യൻ്റെ ശരീരത്തിന് ഭൂമിയിൽ ടച്ച് ചെയ്യാതെ അവിടെ ഒഴുകി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ എല്ലുകൾക്കും പേശികൾക്കും യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും അവിടെ ഇല്ലാതെയാകുന്നു. ഇത് എല്ലുകളുടെ ദ്രവീകരണത്തിനും പേശികളുടെ ബലം കുറയാനും കാലക്രമേണ ഇത് മതിയായ എക്സസൈസ് ചെയ്തതിനെ ബലപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് വൻ രോഗാവസ്ഥയിലേക്ക് പോയി എത്തി അവിടെ അതിജീവിക്കാൻ പറ്റാതെയായി ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ളതാണ്. ഇതിനായിട്ട് അവിടെ ഒരു എക്സസൈസ്, ചെറിയൊരു എക്സസൈസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. 2 മണിക്കൂർ എല്ലാ ദിവസവും ഇവർക്ക് കർശനമായിട്ടുള്ള എക്സസൈസ് പറഞ്ഞിരിക്കുന്നതാണ്. ഇവരത് ചെയ്യും. പിന്നെ അവർക്ക് കിടന്നുറങ്ങാൻ, നമുക്കിങ്ങനെ ഇവിടെ സുഖമായിട്ട് ബോഡി ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ബാഗുണ്ട്. ആ ബാഗിനകത്ത് നമുക്ക് അവിടെ വശങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ചുറ്റും എല്ലാം ഒന്നാണ്. എവിടെയും നമ്മൾ ഒഴുകി നടക്കുന്ന, നമ്മൾ ഗ്രാവിറ്റി ഇല്ലാതെ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ ബോഡി ടച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മുകളിലും ബോഡി ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ടച്ച് ചെയ്ത് കിടക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഒരു ബാഗിനകത്താണ് അവർ ഒരു സ്ലീപ്പിംഗ് സംവിധാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ഒന്ന് കുളിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണത്. നമ്മളിവിടെ ശീലിച്ച പോലെ വെള്ളമൊക്കെ മുങ്ങി ഇങ്ങനെ ഷവറിലൊക്കെ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണത്. അവിടെ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക, ഒന്ന് നനഞ്ഞ തോർത്തും കൊണ്ട് മേലൊക്കെ ഒന്ന് തുടയ്ക്കുക എന്നതിനപ്പുറം പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു തുള്ളി മതി. അതിൻ്റെ യന്ത്രങ്ങളിൽ, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ എവിടെയെങ്കിലും വെള്ളം ഇങ്ങനെ ഒഴുകി നടക്കും. ഇവിടെ ഇങ്ങനെ നിൽക്കില്ല, ഒഴുകി നടക്കുക ചെയ്യുക. ഇത് ഏതെങ്കിലും ഒരു യന്ത്ര സംവിധാനത്തിൻ്റെ ഇടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് സംവിധാനത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അതീവ അപകടകരമാവും എന്നുള്ളതാണ്. അപ്പോൾ യൂറിനായാലും ഒരു പ്രത്യേക ട്യൂബിൽ കൂടിയൊക്കെയാണ് ഇത് യൂറിൻ പുറത്തേക്ക് കളയുന്നത്. അവിടെ വെള്ളം എന്ന് പറയുന്നത് അതീവ ദൗർലഭ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് റീസൈക്കിൾ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന വെള്ളം
റീസൈക്കിൾ ചെയ്തുകൊണ്ടിട്ടാണ് വീണ്ടും റീയൂസ് ചെയ്യുന്നത്. ടുഡേയ്സ് കോഫീസ് ടുമാറോസ് കോഫി എന്നൊരു ചൊല്ലുണ്ട് അവിടെ. ഇന്നത്തെ കോഫി കുടിച്ചു കഴിഞ്ഞാൽ ആ കോഫി തന്നെയാണ് യൂറിൻ ആയിട്ട് പുറത്തു പോകുന്ന ഈ യൂറിൻ തന്നെയാണ് റീസൈക്കിൾ ചെയ്ത് വെള്ളമായിട്ട് അവിടെ വീണ്ടും അടുത്ത കോഫി ഉണ്ടാക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ഒരു അൽവാർപ്പ് തോന്നും, പക്ഷേ വളരെ ശുദ്ധമായ രീതിയിലാണ് ആ റീസൈക്ലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ വിയർപ്പായാലും അതുപോലെ തന്നെ 2 എന്നുള്ള പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും ഇത് വളരെ വലിയൊരു ട്യൂബിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെയാണ് ഇത് കാര്യം സാധിക്കുന്നത്. അങ്ങനെയാണ് ഇത് കാര്യം സാധിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണിത്. അപ്പം നമ്മുടെ വിയർപ്പായാൽ പോലും അവിടെ ശുദ്ധീകരിച്ച് വെള്ളമായിട്ട് മാറ്റുന്ന ഒരു സംവിധാനമാണ് അവരുള്ളത്. നമുക്ക് നമ്മുടെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശുദ്ധീകരിച്ചിട്ട് അതും വാട്ടറിലേക്ക് വേറെ റീസൈക്കിൾ പ്രോസസ്സിലൂടെ കെമിക്കൽ പ്രോസസ്സിലൂടെ വാട്ടറായിട്ട് മാറ്റുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് അതിനകത്ത് എപ്പോഴുള്ളത്. വായു ഉണ്ട്, പക്ഷേ ഒരുതരം ദുർഗന്ധപൂരിതം, നമുക്ക് അത്ര സുഖകരമല്ലാത്തൊരു ഒരു സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ല് ഇതിനകത്തുള്ളതായിട്ട് ഈ അവിടെ പോയ ശാസ്ത്രജ്ഞന്മാർ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിന് ഏതൊരു യന്ത്രത്തിനും ഏതൊരു മനുഷ്യനിർമ്മിതിക്കും അതിൻ്റേതായിട്ടുള്ളൊരു കാലാവധിയുണ്ട്. പക്ഷേ നാസ ഇത് നിർമ്മിച്ചതായതുകൊണ്ട് നാസയുടെ വളരെ ഗുണനിലവാരത്തോടെ മേത്തരം സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അന്നത്തെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വോയേജറിന് ഏതാണ്ട് 5 കൊല്ലത്തെ ആയുസാണ് നാസ കൽപ്പിച്ചിരുന്നത്. അതിപ്പം 47 കൊല്ലമായിട്ട് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വോയേജർ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാലാവധി ഉണ്ട്. കാലാവധി 2028 ഇതിൻ്റെ കാലാവധി അവസാനിക്കുകയാണ്, ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ കാലാവധി. പക്ഷേ 2-3 കൊല്ലം കൂടി നീട്ടി 2030-31 ഇതിൻ്റെ കാലാവധി അവസാനിക്കും. ഇത് ഓർബിറ്റ് ചെയ്യേണ്ട, അതായത് നശിപ്പിച്ച് കളയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാസ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതിൽ നടന്നിരിക്കുന്ന പരീക്ഷണങ്ങൾ, ഇത് മനുഷ്യന് എത്രമാത്രം ഉപകാരപ്രദമായിരുന്നു, ഇത് മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, ഈ ചെടികളും വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, കെമിക്കൽ രാസപദാർത്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മെഡിസിൻ മേഖലയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, സ്പേസിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതെല്ലാം പഠനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു കാലാവധി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂമിയിലേക്ക് ഇടിച്ചിറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണത്, നശിപ്പിച്ച് കളയേണ്ട. പക്ഷെ ഇത് അങ്ങനെ നശിപ്പിക്കുമ്പോൾ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യർക്കോ യാതൊരു കേടുപാടുകളും കൂടാതെ വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി ഇത് ഡെമോളിഷ് ചെയ്ത് കളയണം എന്നുള്ളൊരു തീരുമാനമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ എടുത്തിട്ടുള്ളത്. അതിനായിട്ട് $84.3 കോടി ആണ് സ്പേസ് എക്സുമായിട്ടൊരു കരാറ്, എലോൺ മസ്കിൻ്റെ ഈ സ്പേസ് എക്സുമായിട്ടുള്ള കരാറ് നാസ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഈ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പല മോഡ്യൂളുകളെയും ഉപയോഗപ്രദമായി മറ്റുള്ള ഇതുമായിട്ട് യോജിപ്പിച്ച് നിർത്താവുന്ന സാധനങ്ങൾ അവിടെ നിലനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റു യോജിപ്പിച്ചുകൊണ്ടോ ഇതിൽ മാറ്റേണ്ട മോഡ്യൂളുകൾ കഴിവതും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കത്തിത്തീർന്ന് പോകുന്ന രീതിയിൽ മാറ്റിക്കൊണ്ടും, അല്ലാതെ ഈ നടുഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അത് താഴെ വീണ് കഴിഞ്ഞാൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് ഇത് പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നെമു എന്ന് പറയുന്നൊരു ദ്വീപിലേക്ക് 2600 കിലോമീറ്റർ സമുദ്രതീരത്ത് നിന്ന് മാറി സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപാണത്. ഈ ദ്വീപിലേക്ക് ഇറക്കുക, അതായത് ഇവിടെ ഈ ദ്വീപിനെ അറിയപ്പെടുന്ന ഇതേപോലെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളുടെ ഒരു ശവകുടീരമാണ് ഈ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അമേരിക്ക നാസ ഒഴിച്ചിറക്കുന്നത് ഇവിടെയാണ്. ഇതൊരു മനുഷ്യവാസമില്ലാതെ ഒരു വിജനമായി കിടക്കുന്ന ദ്വീപാണത്. ഇവിടേക്കാണ് ഈ സാധനം ഇടച്ചിറക്കി നശിപ്പിച്ച് കളയുമെന്നാണ് അവസാന റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുള്ളത്. മറ്റൊരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശത്ത് കൊണ്ട് എത്തിക്കുവാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള മറ്റൊരു
രാജ്യവുമായിട്ടുള്ള ഫണ്ടിങ് ഇല്ലാതെ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഗഗൻയാൻ പദ്ധതിയുണ്ട്. ഇത് സ്വന്തമായിട്ടൊരു ബഹിരാകാശ കേന്ദ്രം സ്പേസിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ശ്ലാഘനീയമായൊരു കർമ്മമാണത്. അങ്ങനെയുള്ള സ്പേസ് സ്റ്റേഷനുകൾ മുന്നോട്ട് വരട്ടെ. ഇത് ഭാവി അതിവിദൂരമല്ലാത്ത ഭാവിയിലുള്ള ശാസ്ത്രജ്ഞന്മാർക്കും ഇത് ശാസ്ത്രകുതികൾക്കും ഇത് ഉപകാരപ്രദമാവട്ടെ എന്ന് ഈ ഒരു ആശയത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.